ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സീതാദേവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യസ്ഥലമായ സിതാമർഹി ജില്ലയിലെ പുനൌര ധാമിനായി നിർദ്ദിഷ്ട ജാനകി മന്ദിറിന്റെ അന്തിമ രൂപകൽപ്പന പുറത്തിറക്കി. ഈ പുണ്യസ്ഥലത്തിന്റെ പുനർവികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാസ്റ്റർ പ്ലാനിംഗിലും വാസ്തുവിദ്യാ സേവനങ്ങളിലും പങ്കാളിയായ നോയിഡ ആസ്ഥാനമായുള്ള അതേ സ്വകാര്യ സ്ഥാപനത്തെയാണ് ഈ പദ്ധതിയുടെയും ഡിസൈൻ കൺസൾട്ടന്റായി നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരത്തെ ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനായി 120 കോടി രൂപയുടെ ബഡ്ജറ്റ് അനുവദിച്ചിരുന്നു. 2023 ഡിസംബർ 13-നാണ് നിതീഷ് കുമാർ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. പുനർവികസന പദ്ധതിയിൽ സീതാവാടിക, ലവ്കുഷ് വാടിക തുടങ്ങിയ തീം സോണുകൾ, ഒരു പ്രത്യേക പരിക്രമണ പാത, ഡിസ്പ്ലേ കിയോസ്കുകൾ, കഫറ്റീരിയ, കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, മറ്റാധുനിക സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും വികസിപ്പിക്കുകയും തീമാറ്റിക് ഗേറ്റുകളും പാർക്കിംഗ് സ്ഥലങ്ങളും നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പുനൌരാധാമിലെ ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും ഇത് എല്ലാവർക്കും അഭിമാനകരമായ ഒന്നായിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.